നമസ്കാരം. എല്ലാ ബഹുമാന്യരായ പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. 2025 വിഷുഫലങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ നക്ഷത്രക്കാരുടെ വിഷുഫലമായിട്ടാണ് പറയുന്നത്. ഇന്ന് നമുക്ക് പൂയം നക്ഷത്രക്കാരുടെ വിഷുഫലമാണ് നോക്കാനുള്ളത്. മീനശനി, ഇടവവ്യാഴം, കൊല്ലവർഷം 1200, മേടമാസം 1-ാം തീയതി, തിങ്കളാഴ്ച ഉദയത്തിന് മുമ്പ് 7 നാഴിക 25 വിനാഴികയ്ക്ക്, ചോതി നക്ഷത്രം തുലാക്കൂറും, കൃഷ്ണപക്ഷ പ്രഥമതിഥിയും വരാഹക്കരണവും വജ്രനാമ നിത്യയോഗവും കൂടിയ സമയം മേടവിഷു സംക്രമം. 2025 ഏപ്രിൽ 14 പുലർച്ചെ 3:21 ചോതി നക്ഷത്രത്തിലാണ് വിഷു സംക്രമം നടന്നത്. അപ്പോൾ ഈ നക്ഷത്രം ഏതാണ്? വിഷു സംക്രമം നടക്കുന്ന നക്ഷത്രം, പിന്നെ ആ സമയത്തുള്ള തിഥി, കരണം തുടങ്ങിയവ നോക്കിയാണ് നമ്മൾ ഫലം കൃത്യമാക്കുന്നത്. പിന്നെ ആയം, വ്യയം, കന്തായം തുടങ്ങിയ ഫലങ്ങളും അതിനോടൊപ്പം ചേർക്കും. അങ്ങനെ വേറൊരു ക്രമത്തിൽ, നമ്മൾ ഗ്രഹചാരഫലം പറയുന്ന പോലെയല്ല, മറ്റൊരു ക്രമത്തിലാണ് വിഷുഫലം പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ നക്ഷത്രങ്ങളെ തന്നെ 6 വിഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. സംക്രമ നക്ഷത്രത്തെ അടിസ്ഥാനപ്പെടുത്തി മറ്റ് നക്ഷത്രങ്ങളെല്ലാം കൂടെ 6 വിഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് ആദി ഷഡ്കം, അന്ത്യഷഡ്കം, മധ്യഷഡ്കം, ആദിശൂലം, മധ്യശൂലം, അന്ത്യശൂലം, ഇങ്ങനെ 6 വിഭാഗമായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതിൽ പൂയ നക്ഷത്ര ജാതര് വിഷു സംക്രമ നക്ഷത്രത്തെ ആസ്പദമായിട്ട് ഈ വർഷം ചിന്തിക്കുമ്പോൾ അന്ത്യഷഡ്കം എന്ന വിഭാഗത്തിലാണ് പെടുന്നത്. അന്ത്യഷഡ്ക നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ജനനേതൃത്വവും മേലധികാരികളുടെ പ്രീതിയും അധികാരപ്രാപ്തിയും സുഖവുമാണ് പൊതുവെയുള്ള വിഷുഫലമായിട്ട് പറയുന്നത്. ഇതനുസരിച്ച് പൂയ നക്ഷത്രക്കാർക്ക് വിഷുഫലം സാമാന്യം അനുകൂലമാണ്. ഇവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈശ്വരാനുഗ്രഹം കൊണ്ട് നടന്നു കിട്ടാനുള്ള യോഗമുണ്ട്. ബിസിനസ്സിലും തൊഴിൽ രംഗത്തും ഉയർച്ചയുണ്ടാകും. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പൊതുവെ ഒരു ആശ്വാസം അനുഭവപ്പെടും. പൊതുവെ മനസ്സമാധാനം ഉണ്ടാകും. സാമ്പത്തിക വിഷമതകൾ കുറയാനുള്ള സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരും. ആരോഗ്യ പ്രശ്നങ്ങളും കുറഞ്ഞിരിക്കും. കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കുമൊക്കെ പൊതുവെ അനുകൂല ഫലങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. പക്ഷേ കുടുംബപരമായിട്ട് നോക്കുമ്പോൾ പൂയ നക്ഷത്രക്കാർക്ക് വിഷുഫലം അത്ര അനുകൂലമായ സൂചനയല്ല നൽകുന്നത്. എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ഗുണഫലമല്ല എന്നാണ് അർത്ഥം. അങ്ങനെ ഗോചരഫലം സമ്മിശ്രമാണെങ്കിലും പൂയ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വിഷുഫലം അനുകൂലമായിട്ട് വരുന്നുണ്ട്. അതായത് പൂർണ്ണമായും അനുകൂലമല്ല. കുടുംബപരമായിട്ട് നോക്കുമ്പോൾ വിഷമങ്ങളുണ്ടാകും. എന്നാൽ വിഷുവിൻ്റെ നമ്മുടെ നക്ഷത്ര വിഭാഗം കൊണ്ട് അനുകൂലമായ ഫലമാണ് കാണുന്നത്. അപ്പോൾ ഈ അനുകൂല ഫലങ്ങളെന്ന് പറഞ്ഞാൽ നേരത്തെ അനുഭവപ്പെട്ടിരുന്ന കാര്യവിഘ്നമൊക്കെ കുറഞ്ഞ് കാര്യപ്രാപ്തി ലഭിക്കും. പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ സാധിക്കും. പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങാം. സാമ്പത്തിക ലാഭത്തിനും സാധ്യതയുണ്ട്. ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ തടഞ്ഞു നിർത്താനും ഒരുപക്ഷെ ഒരു തിരിച്ചടി കൊടുക്കാനും ഒക്കെ സാധിക്കും. നിക്ഷേപങ്ങളിൽ നിന്നുള്ള ആദായങ്ങൾ ലഭിക്കും. പല സ്ഥലം മാറ്റപ്പെട്ടിരുന്ന ആളുകൾക്ക് ജന്മസ്ഥലത്തോട്ട് തിരിച്ചു വരാൻ പറ്റും. അല്ലെങ്കിൽ ഭാര്യയ്ക്കും ഭർത്താവിനും ഒരേ സ്ഥലത്ത് ജോലി ചെയ്യാനുള്ള യോഗം ഉണ്ടാകും. അതുപോലെ തന്നെ വിവാഹം നടക്കാനുള്ള സാധ്യതയുണ്ട്. രോഗത്തിന് ശമനം കിട്ടും. പുതിയ വാഹനം വാങ്ങിക്കാനും പൊതുരംഗത്ത് പ്രവർത്തിച്ച് ജനങ്ങളുടെ അംഗീകാരം നേടാനും ഒക്കെയുള്ള യോഗം ഉണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈശ്വരവിശ്വാസം, നമ്മുടെ ആത്മീയതയൊക്കെ കുറയാൻ സാധ്യതയുള്ളൊരു സമയമാണ് പൂയ നക്ഷത്രക്കാർക്ക്. അതുകൊണ്ട് തന്നെ പല അബദ്ധങ്ങളും സംഭവിച്ചേക്കാം. ഓഹരി വ്യാപാരം, ഊഹക്കച്ചവടം തുടങ്ങിയ മേഖലകളിലേക്ക് പണം മുടക്കണമെന്നും പറഞ്ഞ് പലരും, ഒരുപക്ഷെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ പ്രലോഭിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. മതിയായ അറിവില്ലാതെ ഈ രംഗത്തോട്ടൊക്കെ ഇറങ്ങിയാൽ അബദ്ധവും ധനനഷ്ടവും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അതോടൊപ്പം തന്നെ ഹൃദ്രോഗം, ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾ ഉള്ള ആളുകൾ ആരോഗ്യം വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. രോഗാവസ്ഥയിൽ നിന്ന് മോചനം ലഭിക്കും എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. എങ്കിലും ഈ രോഗങ്ങളൊക്കെ ചിലപ്പോൾ ആരംഭിക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ആരോഗ്യം ശ്രദ്ധിക്കുക. ഈ രോഗം നിലവിലുള്ളവർ എന്തെങ്കിലും ഒരു അസ്വസ്ഥത തോന്നിയാൽ ഉടൻ തന്നെ ചികിത്സ തേടാൻ മടിക്കരുത്. ഇപ്പോൾ വസിക്കുന്ന ഗൃഹത്തിന് മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ അനീതിക്കെതിരെ പ്രവർത്തിക്കാനുള്ള ഒരു പ്രവണതയുണ്ടാകും. ധനാഗമം പല മാർഗ്ഗങ്ങളിൽ കൂടെ കിട്ടും. വാഹനലാഭം ഉണ്ടാകുമെന്ന് പറഞ്ഞു നമ്മൾ. പിന്നെ ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധ കുറയും. അലച്ചിലുകൾ വർദ്ധിക്കും. ബന്ധുക്കൾ സഹായിക്കും. വാക്ക് തർക്കങ്ങളിൽ പരാജയം നേരിടാൻ ഇടയുണ്ട്. പിന്നെ തന്നെത്താനെ തൊഴിൽ മാർഗ്ഗങ്ങൾ കണ്ടുപിടിക്കുന്നവർക്ക്, സ്വയം തൊഴിൽ ആയിട്ട് അല്ലെങ്കിൽ സ്വയം ഒരു എൻ്റർപ്രണറായിട്ട് ചെയ്യുന്നവർക്ക്
പ്രതിസന്ധികൾ പലതും ഉണ്ടാകും, പക്ഷേ അവർക്ക് നേട്ടം ഉണ്ടാക്കാനും സാധിക്കും. പ്രവർത്തനങ്ങളിൽ അലസത വർദ്ധിക്കാനായിട്ട് സാധ്യതയുണ്ട്. ജീവിത പങ്കാളിക്ക് രോഗാദി ദുരിതങ്ങൾ കൊണ്ടുള്ള പ്രയാസങ്ങൾ അനുഭവപ്പെട്ടേക്കാം. അപ്പോൾ അതുപോലെ തന്നെ ബന്ധുക്കൾ എല്ലാവരും അനുകൂലമാണെന്നില്ല, ചിലരൊക്കെ നമുക്ക് എതിർപ്പായിട്ട് നിൽക്കും. അതാണ് ഈ കുടുംബപരമായ പ്രയാസം ഉണ്ടാകുമെന്ന് നേരത്തെ പറഞ്ഞത്. അതേ സമയത്ത് പുതിയ സുഹൃത്ബന്ധങ്ങളുണ്ടാകും. വിവാഹം ആലോചിക്കുന്നവർക്ക് ആ കാര്യത്തിൽ തീരുമാനമുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനും സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വ്യക്തിപരമായിട്ട് കുറേ ഗുണങ്ങളും എന്നാൽ കുടുംബപരമായിട്ട് അത്ര ഗുണകരമല്ല എന്നുള്ളതുമാണ് ഈ വിഷുഫലം കൊണ്ട് വന്നു ചേരുന്നത്. ഇനി നമുക്ക് ഈ പൂയ നക്ഷത്രത്തിൻ്റെ ഗ്രഹചാരഫലം നോക്കുമ്പോൾ കർക്കിടകക്കൂറുകാർക്ക് വ്യാഴത്തിൻ്റെ അതിചാരം ദോഷകരമായിട്ട് അനുഭവപ്പെടും. മിഥുനത്തിൽ നിന്ന് കർക്കിടകത്തിലേക്കും കർക്കിടകത്തിൽ നിന്ന് തിരിച്ച് മിഥുനത്തിലേക്കും അങ്ങനെയാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. അപ്പോൾ അടുത്തടുത്ത മാസങ്ങളിൽ ഇങ്ങനെ വ്യാഴം മാറി മാറി സഞ്ചരിക്കുന്നതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാകും. അതായത് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കർക്കിടക കൂറിൽപ്പെട്ട പൂയ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രയാസം എന്താണെന്ന് വെച്ചാൽ അവരുടെ ജന്മക്കൂറിലേക്ക് വ്യാഴം വരുന്നു, തിരിച്ച് 12ലേക്ക് പോകുന്നു, വീണ്ടും ജന്മക്കൂറിലേക്ക് വരും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇത് മാറുന്നത് കൊണ്ട് ഇവർക്ക് കുറേ പ്രയാസങ്ങൾ ഉണ്ടാകും. ഈ വ്യാഴത്തിൻ്റെ അതിചാരം എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് എനർജി സൃഷ്ടിക്കുന്ന കാര്യമാണ്. അപ്പോൾ പിതൃസ്വത്ത് സംബന്ധിച്ചുള്ള തർക്കങ്ങൾ, ബന്ധുജന വിയോഗം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. ശനിയാണെങ്കിൽ 9ലേക്കാണ് വന്നിട്ടുള്ളത്. കൂടുതൽ അധ്വാനിച്ചാൽ മാത്രമേ ധനലാഭം വരികയുള്ളൂ. ശനി 9 നിൽക്കുന്നത് പൂർണ്ണമായിട്ടും ദോഷകരമെന്ന് പറഞ്ഞുകൂടാ, എങ്കിൽ പോലും അല്പം തടസ്സങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. പിതാവിന് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായേക്കാം. സ്വത്ത് സംബന്ധമായിട്ട് മാനസിക സമ്മർദ്ദം അനുഭവിക്കേണ്ടി വന്നേക്കാം. അപ്പം ഇനി നമുക്ക് നോക്കേണ്ടത് വിഷുഫലത്തിൽ ഉൾപ്പെടുത്തുന്ന ആയം, വ്യയം, ഗന്ധായം തുടങ്ങിയ കാര്യങ്ങളാണ്. പൂയ നക്ഷത്രം ഉൾപ്പെടുന്ന കർക്കിടകക്കൂറിന് ആയം 8ഉം വ്യയം 2ഉമാണ് വരുന്നത്. ഇത് ഗുണകരമാണ്. വലിയ ധനനഷ്ടങ്ങൾ ഒഴിവാകും. ഭാഗ്യം കുറച്ചൊക്കെ സിദ്ധിക്കുന്നതാണ്. ധനലാഭവും ഉണ്ടാകാം. പൂയത്തിൻ്റെ കന്തായ ഫലം എന്ന് പറയുന്നത് 204 അങ്ങനെയാണ്. അതുകൊണ്ട് മേടം മുതൽ 4 മാസം സമ്മിശ്രമായ ജീവിതാനുഭവങ്ങൾ, ശരാശരി ധനലാഭം ഇവയും. ചിങ്ങം മുതൽ 4 മാസം മനസ്സിന് സമ്മർദ്ദങ്ങളും, ധനു മുതൽ 4 മാസം ശരാശരി രീതിയിലുള്ള ധനലഭ്യതയുമാണ് ഫലം. ഇനി നമുക്ക് വഴിപാടുകളിലേക്ക് നോക്കാം. ഗ്രഹചാരഫലവും വിഷുഫലവും കൂടെ ചേർത്ത് ചിന്തിക്കുമ്പം പൂയ നക്ഷത്രം ഉൾപ്പെടുന്ന കർക്കിടക കൂറുകാർക്ക് വ്യാഴത്തിൻ്റെ അതിചാരം ഒരു ദോഷകരമായിട്ടാണല്ലോ വരുന്നത്. അപ്പം ഈ പൂയ നക്ഷത്രത്തിന് കാൽദോഷം ഉള്ള നക്ഷത്രമൊന്നും കൂടെ ഒരു ദുഷ്പേരുണ്ട്. അപ്പം നമുക്ക് വഴിപാടുകൾ ചെയ്യേണ്ടത് നോക്കുമ്പോൾ അനിഴം, ഉത്രട്ടാതി, പൂയം ഈ നാളുകളിൽ ഈ പൂയ നക്ഷത്രക്കാർ നവഗ്രഹ ക്ഷേത്ര ദർശനം നടത്തിയിട്ട് വഴിപാടുകൾ സമർപ്പിക്കുന്നത് നല്ലതാണ്. ആയുസ്സിൻ്റെ കാരകനായ ശനിയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതും ഉത്തമമാണ്. പിന്നെ കേതുർദശ, ചൊവ്വദശ, സൂര്യദശ ഈ ദശാകാലങ്ങളാണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ ശാസ്താഭജനം കൃത്യമായിട്ടും ചെയ്യേണ്ടതാണ്. ശാസ്താവിൻ്റെ അഷ്ടോത്തര നാമങ്ങൾ നിത്യേന പാരായണം ചെയ്യുന്നത് വലിയ ഗുണം നൽകുന്നതാണ്. ശനിയാഴ്ചകളിൽ നീരാജനം കൂടെ കത്തിച്ച് തൊഴുത് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. അതോടൊപ്പം തന്നെ ശിവക്ഷേത്രത്തിൽ ഒരു മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കൂടെ നടത്തുകയാണെങ്കിൽ നല്ലതാണ്. അതിപ്പം സ്ഥിരമായിട്ട് ചെയ്യണമെന്നില്ല. ഈ നീരാജനം ശനിയാഴ്ചകളിൽ ചെയ്യുന്നത് നല്ലതാണ്. ശിവക്ഷേത്രത്തിൽ ഏതെങ്കിലും പക്കപ്പിറന്നാളിനോ അല്ലെങ്കിൽ നമുക്ക് ഞായറാഴ്ചകളിലോ ഏതെങ്കിലും നമുക്ക് പോകാൻ കഴിയുന്ന ദിവസം, മാസത്തിൽ ഒരു ദിവസമെങ്കിലും ചെയ്യുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ ഒരു 3 മാസം കൂടുമ്പോഴോ എപ്പോഴാണെങ്കിലും ശിവക്ഷേത്രത്തിൽ കൂടെ വഴിപാട് ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുടുംബപരമായ ദോഷങ്ങൾ പലതും മാറി പോകുന്നതാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഗുണം കിട്ടിയാലും നമുക്ക് കുറേ സാമ്പത്തികം വന്നാലും വീട്ടിലെ ആൾക്കാർക്ക് സ്വസ്ഥതയില്ലെങ്കിൽ അത് നമ്മളെ നെഗറ്റീവായിട്ട് ബാധിക്കും. അതുകൊണ്ട് സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഇത്രയുമാണ് പൂയ നക്ഷത്രത്തിൻ്റെ വിഷുഫലങ്ങൾ. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പരിചയക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകട്ടെ. എല്ലാവർക്കും സുഖമായിട്ട് ആരോഗ്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.